ഹായ്, ഈ 11ാം ആഴ്ചയിൽ 6 മത്സരാർത്ഥികളാണ് നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. ഇനി ഏതാനും ആഴ്ചകൾ മാത്രമാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7ലെ ഫിനാലയിലേക്കുള്ള ദൂരം. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾക്ക് ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറി വോട്ട് ചെയ്താൽ മാത്രമേ അവരെ ടോപ്പ് 5 വരെ നമുക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ബിഗ് ബോസ് മലയാളം സീസൺ 7 11ാം ആഴ്ചയിൽ എത്തി നിൽക്കെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികൾ ബിഗ് ബോസിൽ തുടരുമോ ഇല്ലയോ എന്നൊക്കെ വരും ദിവസങ്ങളിലെ വോട്ടിംഗ് റിസൾട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഈ ആഴ്ച 1ാം സ്ഥാനം കൈയടക്കി വെച്ചിരിക്കുന്നത് ഷാനവാസ് ആണ്. ഏകദേശം 15,300 വോട്ടുകൾ ഷാനവാസിന് ഇതുവരെ നേടാൻ സാധിച്ചിട്ടുണ്ട്. വോട്ടിംഗിന്റെ തുടക്കം ഷാനവാസ് 2ാം സ്ഥാനത്തായിരുന്നു. ഇപ്പോഴിതാ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ ഷാനവാസിന് കഴിയുന്നുണ്ട്. ഷാനവാസിന്റെ നേരിയ മുന്നേറ്റം കാരണം ഇപ്പോൾ 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുകയാണ് നൂറ. ഏകദേശം 15,220 വോട്ടുകൾ നേടിക്കൊണ്ട് ഷാനവാസുമായി മാറ്റുരച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ. വോട്ടിംഗിന്റെ തുടക്കം മുതലേ 3ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് ആര്യൻ തന്നെയാണ്. ഏകദേശം 15,000 വോട്ടുകളാണ് ആര്യൻ ഇതുവരെ നേടിയിട്ടുള്ളത്. 4ാം സ്ഥാനത്ത് തുടരുന്നത് അക്ബർ തന്നെയാണ്. ഏകദേശം 14,634 വോട്ടുകളാണ് അക്ബർ നേടിയിട്ടുള്ളത്. അക്ബർ ആഞ്ഞു ശ്രമിച്ചാലും 3ാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് തോന്നുന്നില്ല. കാരണം ആര്യൻ നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. 5ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത് ലക്ഷ്മിയാണ്. ഏകദേശം 14,340 വോട്ടുകൾ മാത്രമാണ് ലക്ഷ്മിക്ക് നേടാൻ സാധിച്ചിട്ടുള്ളത്. ഈ ആഴ്ച ഡേഞ്ചർ സോണിൽ നിലനിൽക്കുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് ലക്ഷ്മി. 6ാം സ്ഥാനത്തേക്ക് വഴുതി വീണിരിക്കുകയാണ് നെവിൻ. ഫുള്ളി എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് നെവിൻ. പക്ഷേ നെവിന് 14,100 വോട്ടുകൾ മാത്രമാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ നല്ലൊരു മുന്നേറ്റം കാഴ്ചവെച്ചാൽ മാത്രമേ ഡേഞ്ചർ സോണിൽ നിന്നും നെവിന് കരകയറാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ഇവരിൽ ആരാണ്? ബിഗ് ബോസിൽ തുടരാൻ അർഹതയുള്ളതും അർഹതയില്ലാത്തതുമായ മത്സരാർത്ഥി ആരാണെന്നും കമന്റ് ചെയ്യാമോ?